രാജ്യസഭാ MP ആയി സ്ഥാനമേറ്റതിനു ശേഷം ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കുമാരി രുദ്രയെ ഹാർദമായി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അവിടെ ഒന്ന് വണ്ടി നിർത്തണേ. ശരി മാഡം. എന്താ അമ്മേ കാര്യം? അത്യാവശ്യമായിട്ട് കാണുമെന്ന് ഫോൺ ചെയ്തല്ലോ. അനൂപ് MLA ആയതിലും നീ MP ആയതിലും എനിക്ക് ഒട്ടും സന്തോഷം തോന്നുന്നില്ല മോളെ. എന്താ അമ്മേ? കൊടി പോയതിനു ശേഷം അനൂപിന്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. അവൻ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതെന്താണെന്നറിയാൻ ഞാനൊരു ഡോക്ടറെ അടുത്ത് പോയി. ഈ കണ്ടീഷന്റെ പേര് ട്വിൻലെസ് ട്വിൻ. ഇരട്ടകളിൽ ഒരാൾ മരിച്ചു പോയാലും കൂടെയുള്ള മറ്റൊരാൾ മനസ്സുകൊണ്ട് ഇരട്ടകളെ പോലെ തന്നെയായിരിക്കും. വൺസ് എ ട്വിൻ ഓൾവേസ് എ ട്വിൻ. അമ്മയുടെ ഗർഭപാത്രത്തിൽ ജന്മമെടുത്ത് കൂടെയുണ്ടായിരുന്ന ഒരാൾ നഷ്ടമായി എന്നുള്ളത് മനസ്സ് അംഗീകരിക്കില്ല. ആ നഷ്ടം ബാലൻസ് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചിലർ മറ്റേയാൾ മരിച്ചതെങ്ങനെയാണോ അതേപോലെ മരിക്കാൻ തുനിയും. മറ്റു ചിലരാകട്ടെ മരിച്ചവരുടെ ജീവിതം കൂടി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കും. ഇതിൽ നിങ്ങളുടെ മകൻ രണ്ടാമത്തെ വിഭാഗത്തിലാണ്. മരിച്ചുപോയ കൊടിയുടെ ശീലങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം അനൂപിന് വരാൻ കാരണം ഈ ശീലങ്ങളാണ്. ഇതൊരു അപാകതയായിട്ട് കാണേണ്ട കാര്യമില്ല. ട്വിൻസിൽ ഇത് കോമൺ ആണ്. ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടി ഫേസ്ബുക്ക് പേജസ്, അവരുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കാനുള്ള ബ്ലോഗ്സ് ഇപ്പോൾ ഇന്റർനെറ്റിൽ ഒരുപാടുണ്ട്. എങ്ങനെ നോക്കിയാലും നിങ്ങളുടെ മകൻ അനൂപ് ഇപ്പോൾ ഒരാളല്ല, 2 പേരാണ്. കൊടി എല്ലാവരെയും വിശ്വസിച്ച് നന്മകൾ ചെയ്യുന്ന ഒരു മുരടനെ. അനൂപാണെങ്കിൽ തനിക്ക് കിട്ടേണ്ടത് എങ്ങനെ സ്വന്തമാക്കുന്ന ബുദ്ധിശാലിയാണ്. ഇപ്പം മുരട്ടു സ്വഭാവം ബുദ്ധിസാമർഥ്യം ഒരുമിച്ച് പ്രതിഫലിക്കുന്ന ഒരു മനുഷ്യനായി മാറിയിരിക്കുക അനൂപ്. MP രുദ്ര രുദ്ര MP 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 രുദ്ര. ഇരുവുയിരൊരു ഉയിരായി അവതരിച്ച് ഇരുമനം പുതുവതിരായി പുനർജനിച്ച് വഴികളിൽ എതിരൻ പടനിലങ്ങൾ വിഴികളിൽ ഇവൻ രൗദ്രത ഉണരുകയാ. കനലെറിയുന്ന ഹൃദയം തുടിക്കവേ നിറുമോർമ്മയിൽ മാനസം ഉരുകവേ നേരം എറിയും ഈ കരങ്ങളിൽ ആയുധം വീരകഥകളിൽ ഇവനിനി നായകൻ. നിനക്കിനിയൊരു പകയുടെ കണക്കെടുക്കാം. കനവിലെ കാണാം മുറിവുകൾ മായ്ച്ചെടുക്കാം. വിധിയൊരുക്കുന്ന വരെയും കാത്തിരിക്കാം. ഇരവിലെ ആ കൊലയുടെ കുരുക്കഴിക്കാം. കൊടി 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 കൊടി. ഞാനിരിക്കുന്ന നേരം വന്നിതാ. കൊടി മനം കുതിക്കുന്ന യാമം വന്നിതാ. കൊടി. എന്തിനാ ഈ ഫോർമാലിറ്റീസ് ഒക്കെ അനൂപേ? നിങ്ങൾ MP ആണ്, ഞാൻ MLA. നിങ്ങൾക്ക് തരാനുള്ള ബഹുമാനം ഞാൻ തരണമല്ലോ. നമുക്കിടയിൽ രാഷ്ട്രീയം വേറെ, പേഴ്സണൽ വേറെ. അത് രണ്ടും മിക്സ് ചെയ്യാൻ പാടില്ല. താങ്ക് യു. സാറേ, ചേട്ടന്റെ കൊലക്കേസിലെ കുറ്റവാളിയെ ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാറേ. മരിച്ചത് എന്റെ ചേട്ടനാ, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. സാറേ, ഇപ്പൊ നിങ്ങളെ കാണാൻ കൊടിയെ പോലെ തന്നെയുണ്ട്. അനുജനാണെന്ന് പറയേയില്ല. അനുജനും ഞാൻ തന്നെയാ, ജ്യേഷ്ഠനും ഞാൻ തന്നെയാ. ഞാൻ നേടും പദവികൾ, നിനക്ക് തേടും അടവുകൾ. ഞാൻ നേടും പദവികൾ, നിനക്ക് തേടും അടവുകൾ. ഞാൻ നേടും പദവികൾ, നിനക്ക് നമസ്കാരമുണ്ട്. അടവുകൾ. നിങ്ങളുടെ കൂടെ നടന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനാണ് ഞങ്ങളെ നിയോഗിച്ചത്. ഞാൻ ഒഫീഷ്യൽ, ഇവർ രണ്ടും പേഴ്സണൽ. നമസ്കാരം സാർ. ഉണ്ണണം, ഉറങ്ങണം, നിങ്ങൾ പറയുന്നിടത്തൊക്കെ ഞാൻ സൈൻ ചെയ്യണം. ഞാൻ ഇത്രയും ചെയ്താൽ മതിയല്ലോ, റൈറ്റ്? അങ്ങനെയല്ല സാർ, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടല്ലേ? ഞാൻ ജനിക്കുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ രാഷ്ട്രീയമുണ്ട്. എനിക്ക് രാഷ്ട്രീയം നന്നായിട്ടറിയാം. അത് ആർക്കൊക്കെ ചേരുമെന്നും അറിയാം. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള ബിസിനസ് മാൻ, കോൺട്രാക്ടേഴ്സ്, എക്സ്പോർട്ടേഴ്സ്, അവരിൽ നിന്ന് എനിക്ക് വരാനുള്ള പണം വന്ന് ചേരണം. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ കൈക്കൂലി. പാർട്ടിക്ക് ഫണ്ട് കൊടുക്കലാണ് പതിവ്. ഇപ്പൊ MLAക്ക് മാത്രമായിട്ട് എങ്ങനെയാ മാഡം? വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പണം മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ. കൊടുത്തേക്ക്, നമുക്ക് നോക്കാം. കൊടി 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 കൊടി. നിങ്ങൾ പറഞ്ഞതുപോലെ ആരൊക്കെ എത്ര പണം കൊടുത്തു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. ഉദിക്കുന്ന നേരം വന്നിതാ. കൊടി മനസ്സ് കുതിക്കുന്ന യാമം വന്നിതാ. കൊടി പട ഒരുക്കത്തിൽ മേളം കെട്ടിതാ. കൊടി. കത്തും കനലുള്ളിൽ വീണ്ടും കണ്ടിതാ. നമസ്കാരം സാർ. സോറി സാർ, ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി പോയി. ഇവരുടെ കാര്യം 15 വർഷം ലേറ്റ് തന്നെയാണ്.
ആ മെർക്കുറി ഫാക്ടറിയുടെ പരിസരത്തുള്ള പ്രദേശങ്ങളിലെ എല്ലാ ജനങ്ങളുടെയും ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് മൊത്തം നമ്മൾ തന്നെ വഹിക്കണം. അല്ല അതിനുള്ള ഫണ്ട് എനിക്ക് ഡൊണേഷനായിട്ട് ഒരു 75 ലക്ഷം വന്നിട്ടുണ്ട്. അതിൽ നിന്നെടുത്ത് ചിലവാക്കാം. അതൊക്കെ ബ്ലാക്ക് മണിയല്ലേ, അതെങ്ങനെ കൊടുക്കുക? കള്ളനോട്ടല്ലല്ലോ. നല്ല നോട്ട് തന്നെയാ. എന്നാ തന്നോര് നല്ലവരല്ല. നിങ്ങൾ തന്ന ലിസ്റ്റ് വെച്ച് ഓരോരുത്തരുടെയും പേരിൽ ഞാൻ തന്നെ റെസിപ്റ്റ് തയ്യാറാക്കാം. അതോട് ചേർത്ത് കളക്ടർ കൊടുത്തേക്കും. അവർക്കൊക്കെ ഇൻകം ടാക്സ് പ്രോബ്ലം വരില്ലേ? വരാൻ വേണ്ടിയല്ലേ കൊടുക്കാൻ പറഞ്ഞേ. ജനങ്ങൾക്കൊരു പ്രശ്നം വന്ന് 5 പൈസ കൊടുക്കാത്തവന്മാരെ MLA വശത്താക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് പണം കൊടുക്കും. എനിക്ക് പണം തന്നവന്മാരുടെ ഇൻകം സോഴ്സ് കണ്ടെത്താൻ വേണ്ടി ഞാൻ IT ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാൾക്കൊന്നും അറിയില്ല, രാഷ്ട്രീയത്തിൽ തുടക്കക്കാരനാണെന്നല്ലേ പറഞ്ഞത്. ഞങ്ങളെ എടുത്തിട്ട് വരട്ടു. ഞങ്ങൾ അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു. അയാൾ അനൂപല്ല മാഡം, ആപ്പാണ്. നിങ്ങൾക്ക് നാളെ അത് മനസ്സിലാകും മാഡം. എന്താ മാഡം, പുതിയ MLA ഫാക്ടറി വിഷയത്തിൽ കാശ് വാങ്ങി പേരെടുത്തല്ലോ. അല്ല അവന് രാഷ്ട്രീയമൊന്നും അറിയില്ല. നിങ്ങൾ പറയുന്നത് പോലെ അനുസരിച്ചോളൂ എന്നല്ലേ പറഞ്ഞത്. സെൻട്രൽ ഗവൺമെന്റ് പ്രതീക്ഷിച്ച് അവസാനം സ്റ്റേറ്റ് വിട്ടുകളയരുത് കേട്ടോ. അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ബഹുമാനം കിട്ടും. പണ്ട് തൊട്ടേ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ. കയ്യിൽ കിട്ടിയത് വിട്ടുകളയണ്ട. ഏർത്തി വാ. ആ, വരൂ. ആ, അനൂപേ, ആ കണ്ണാടി എടുക്ക്. മെർക്കുറി ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത്. എൻ്റെ ജ്യേഷ്ഠൻ്റെ അവസാനത്തെ ആഗ്രഹം ഒന്നും ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ വേണ്ടെന്നേ പറഞ്ഞുള്ളൂ. പിന്നെ എപ്പോ? അവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ചത്തു കഴിഞ്ഞതിന് ശേഷമാണോ? ഇത് കാരണം അനുഭവിക്കുന്നവരൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാ. നിങ്ങളൊരു പക്ഷെ കണ്ടെങ്കിൽ അങ്ങനെ പറയില്ല. ഈ പ്രശ്നം ഇപ്പം നമ്മൾ കുത്തിപ്പൊക്കിയ ജനങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അത് മറക്കും. നിനക്ക് വേണ്ടി ഒരു മന്ത്രിസ്ഥാനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറയുന്നത് കേട്ടാ അടുത്ത ഇലക്ഷനിൽ ഒരു സീറ്റ് നിനക്ക് ഉറപ്പാ. അടുത്ത ഇലക്ഷനിലെ സീറ്റോ പാർട്ടിയിലെ പോസ്റ്റോ ഒന്നും കണ്ടിട്ടല്ല ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. എൻ്റെ വരവിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, എൻ്റെ ചേട്ടൻ തുടങ്ങി വെച്ച ഫാക്ടറിയിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കണം. 2, എൻ്റെ ചേട്ടനെ കൊന്നയാളെ കണ്ടുപിടിച്ച് കുടലുമാരെ പുറത്തെടുക്കണം. ഇത് തടയാൻ നിങ്ങളെന്നല്ല, ദൈവം വിചാരിച്ചാലും പറ്റില്ല. കരളില്ല നിനക്കിനി കരുണയുമില്ല, ഇവൻ തോൽവിയറിയാത്ത മാനവ ജന്മം. കരളില്ല നിനക്കിനി കരുണയുമില്ല, ഇവൻ തോൽവിയറിയാത്ത മാനവ ജന്മം. എന്താ അനൂപേ, ഒരാള് പോലും വന്നില്ലേ? ഇത് മുന്നിക്കണ്ട, ഈ എടുത്തുചാട്ടമൊന്നും വേണ്ടാന്ന് പറഞ്ഞത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നീ വിചാരിക്കുന്നത് പോലെ ഒരു കൂടാരത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. അതൊരു കടല. സ്വന്തമായിട്ടൊരു പദവി ഇല്ലെങ്കിൽ നീ ഫ്യൂസ് ആയ ബൾബ് പോലെയാ. അനൂപ് മനസ്സിലാക്കേണ്ടത്, പാർട്ടി ഇല്ലെങ്കിൽ യു ജസ്റ്റ് എ സിംഗിൾ മാൻ. ജസ്റ്റ് എ സിംഗിൾ മാൻ. എല്ലാവരും ജനിക്കുമ്പോൾ സിംഗിളാണ് മാഡം. ഞാൻ ജനിച്ചപ്പോഴേ ഡബിളാ. ഈ പ്രശ്നം നിയമത്തിന്റെ വഴിക്ക് എന്നെ തീർക്കാന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇതൊരു പ്രക്ഷോഭമായിട്ട് മാറ്റണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. അനൂപേ, നീ എത്ര കൂവി വിളിച്ചാലും ഒരു കാക്ക പോലും പങ്കെടുക്കില്ല. ആൾക്കാരെ കൂട്ടുന്നത് ഒരു കലയാ. അത് നിനക്കറിയില്ല. ആൾക്കാരെ ആരും കൂട്ടേണ്ട കാര്യമില്ല, താനേ വന്ന് ചേർന്നോളൂ. അതെങ്ങനെയാണെന്ന് കണ്ടോ.